കേരളത്തിൽ UDFന് നല്ല വിജയമുണ്ടായി. 20-ൽ 18 സീറ്റിലും UDF ജയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെട്ടു. എന്നാൽ ദൗർഭാഗ്യവശാൽ തൃശ്ശൂർ BJPക്കാണ് വിജയമുണ്ടായത്. ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരപ്രതീക്ഷിത വിജയം BJPക്ക് ഉണ്ടായി. അതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത തൃശ്ശൂരിൽ മാത്രമല്ല പലയിടത്തും BJPയുടെ സാന്നിധ്യം ശക്തമായി. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങൽ LDFൻ്റെ ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വോട്ടിൻ്റെ ഫുൾ കണക്കെനിക്ക് കിട്ടിയില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് LDFനടുത്തെത്തി. കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിൽ വളരെയധികം മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് O രാജഗോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDFനോടൊപ്പം കുറേ അവരും പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജകമണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ 2 മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ വിള്ളൽ. അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. മുസ്ലിം വോട്ടുകളിൽ ചില നിയോജകമണ്ഡലങ്ങളിൽ LDFൻ്റെ കൂടെ നിന്നു. എന്നാൽ നമ്മൾ വിചാരിച്ചൊരു കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിൻ്റെ UDFന് കിട്ടിയില്ല. എന്നാൽ UDFന് കുറേയൊക്കെ വോട്ട് കിട്ടി. അതുകൊണ്ടാണ് ഗുരുവായൂർ 1ാം സ്ഥാനത്തെത്താൻ കാരണം. ഇതിനു പുറമെ CPMൻ്റെ ഉറച്ച പല പഞ്ചായത്തുകൾ, ഇപ്പം മാടക്കത്തറ, ചാഴൂര്, താന്യം, ഇതൊക്കെ ഒരു ഉരുക്കു ഓട്ട പോലെ CPMൻ്റെ നിന്ന പഞ്ചായത്തുകളിൽ BJP കടന്നു കയറി. ഞാൻ മനസ്സിലാക്കുന്ന മാടക്കത്തറ ഏതാണ്ട് 3000 വോട്ടിൻ്റെ ലീഡോളം BJPക്ക് ലഭിച്ചു. അതാണ് 1ാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്തത്. ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ LDFൻ്റെ ലീഡും 3 മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ UDFൻ്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി 1ാം റൗണ്ടിൽ തന്നെ BJP ലീഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. സ്വാഭാവികമായിട്ടും UDFന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 12,000 വോട്ട് മാത്രമേ സുനിൽകുമാറിന് കൂടുതൽ കിട്ടിയിട്ടു. അതായത് LDFനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ. ഇനി ഇതിലും നല്ലൊരു കാൻഡിഡേറ്റ് CPMന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റിനെ അവർക്ക് കിട്ടാനില്ല. പക്ഷേ സുനിൽകുമാർ 5 വർഷം മന്ത്രിയായിരുന്ന തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത് പോയി.